ഹായ് കൂട്ടുകാരെ, കലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ റെഡിയാക്കുന്നത് ചോറിനും ചപ്പാത്തിക്കും ഒരുപോലെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ്. മുരിങ്ങക്കയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഒരു കറി. അതിന് വേണ്ടിയിട്ട് ഇവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ളത്. പിന്നെ ഒരു മുരിങ്ങക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വലിയ മുരിങ്ങക്ക ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. പച്ചക്കറികൾ ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങക്ക ഇതുപോലെ നടുവേ ഒന്ന് കീറിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങ് ഈ ഒരു വലിപ്പത്തിലാണ് കീറിയെടുത്തിരിക്കുന്നത്. വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങ് കുറച്ച് സമയം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്നാൽ കറുത്തു പോകും, അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തെടുക്കാനായിട്ട് തേങ്ങ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് തേങ്ങ മിച്ചമുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. തേങ്ങ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം 1.5 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണയൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 1 സവോളയുടെ പകുതിയും 2 പച്ചമുളക് കീറിയതും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തണം. സവോള ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. തിളയ്ക്കുന്നിടം വരെ തീ കൂട്ടി വെക്കണം. തിളച്ച് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഉരുളക്കിഴങ്ങ് ഇവിടെ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കാം. നമ്മളിവിടെ തേങ്ങ വറുത്ത് വെച്ചിരുന്നത് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി ഇത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം ഉരുളക്കിഴങ്ങും മുരിങ്ങക്കയും വെന്തിട്ടുണ്ട്. വെള്ളവും നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് മിക്സിയുടെ കപ്പ് കഴുകിയ വെള്ളമാണ്. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്
നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിനൊരൽപ്പം മഞ്ഞൾപ്പൊടിയുടെ കുറവും കൂടിയുണ്ട്. ഒരു 1-2 നുള്ളൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കണം. കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് വറുക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഒരു 4 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് 2 വറ്റൽമുളക് നുറുക്കിയതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് മുരിങ്ങക്കായ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.